ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഷൂളേത്തെ എക്സ്പീരിയൻസ് ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ. അതിനു മുമ്പായിട്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം കാണിക്കാനുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു വഷളാപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഇത് ഞാനിവിടെ യൂസ് ചെയ്യുന്ന എൻ്റെ വഷളാപ്പിനാണ്. നമ്മളെന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ കൈ കിടത്തും. ഇവിടെ ഓൾഡ് ഏജ് ഹോമിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നത് ഇതാണ്. അതായത് നമ്മുടെ ഫേസ് വാഷ് ചെയ്യാനും അതേപോലെ തന്നെ മെയിൻലി വാഷ് പർപ്പസിന് യൂസ് ചെയ്യുന്നതാണിത്. സോറി, ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ അതിൽ അത്ര ക്ലീൻ അല്ല. അപ്പം ഇതാണ് വഷളാപ്പൻ. പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് എന്താ പറയുക, പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ, വഷളാപ്പൻ. സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഗ്ലൗസ് ആണ്. ഗ്ലൗസിന് ഇവിടെ പറയുന്നത് ഹാൻഡ് ഷുവർ. അപ്പോൾ ഈ രണ്ട് വേർഡും ഓർത്തിരിക്കുക. ഹസ്ബൻഡും പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഷൂളയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷൂള എനിക്ക് സെപ്റ്റംബറിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. സെപ്റ്റംബർ 1 എനിക്ക് 2 months ആയിരുന്നു. അതിൻ്റെ കഥ പറയുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം ലാംഗ്വേജിൻ്റെ ഇഷ്യൂ വരും. അതൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നാലും അറിയുന്ന പോലെ നമ്മൾ അഭിനയിച്ചിരിക്കുക ക്ലാസ്സിൽ, അതാണ് മെയിൻ തിങ്. പക്ഷെ അങ്ങനെ എല്ലാ കാര്യം ഇങ്ങനെ അഭിനയിച്ചിരിക്കാൻ പാടില്ല. നമുക്ക് ഇവരുടെ മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ മനസ്സിലായില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തരും. സോ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലായിരുന്നു. എനിക്ക് ക്ലാസ് ടൈം വരുന്നത് രാവിലെ 8:15 തുടങ്ങിയിട്ട് വൈകിട്ട് 3:15 വരെയാണ് എൻ്റെ ക്ലാസ് ടൈം വരുന്നത്. എനിക്ക് ഓരോ മണിക്കൂർ അങ്ങനെയാണ് ക്ലാസ്. അപ്പോൾ ഓരോ മണിക്കൂറും ക്ലാസ് കഴിയുമ്പോൾ ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ ഒരു 15 minute ബ്രേക്ക് ഉണ്ടാവും. ഉച്ചക്കത്തെ ബ്രേക്കിന് മാത്രം ഒരു അരമണിക്കൂർ. കാലത്തൊരു 3 പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പീരീഡും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് കഴിയും. നമ്മളിവിടെ ഹൗസ് ബിൽഡിങ്ങിൽ വന്നതിന് ശേഷം നമുക്കൊരു 6 month പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവർ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് നമ്മൾ ക്ലാസ്സിലൊക്കെ വരുന്നത് കറക്റ്റാണോ, ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മൾ ആക്റ്റീവാണോ. അതായത് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ക്ലാസ്സിൽ വന്നിരുന്ന് ക്ലാസ് കേൾക്കുന്നു, തിരിച്ചു പോകുന്നു, ഒരു കുട്ടികളായിട്ടൊരു അറ്റാച്ച്മെൻ്റ് എന്നല്ല ഉദ്ദേശിക്കുന്ന, ആക്റ്റീവ് അല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. ക്ലാസ്സിൽ നമുക്കിപ്പോൾ പ്രസൻറ്റേഷൻസ് ഒക്കെ തരും ചെയ്യാനായിട്ട്, അതിലൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടോ. അതേപോലെ തന്നെ വർക്ക് പ്ലേസിലെയും കാര്യം കൂടെ നോക്കും. വർക്ക് പ്ലേസിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ വർക്കിൽ കയറുന്നുണ്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഇൻട്രാക്ഷൻ എങ്ങനെയാണ്, അവിടുത്തെ പേഷ്യൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ, കൊളീഗ്സിൻ്റെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ, അതേപോലെ തന്നെ അവരുടെ അടുത്ത് പെരുമാറുന്നത്, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊബേഷൻ പീരീഡ് പാസ്സാക്കുന്നത്. മെയിൻ തിങ് എക്സാം പാസ്സാവുന്നുണ്ടോയെന്ന്. ആയുധങ്ങൾ കാണിക്കാം. എനിക്കറിയാതെ തലതിരിഞ്ഞാണ് കാണുന്നതെന്ന്. എനിക്കിവിടെ മൊത്തം ഒരു 4 ടെക്സ്റ്റാണുള്ളത്. ഒന്ന് ഫ്ലിഗിയാസ്, ഇത് ഫഹ്വ്യോട്ടർ ആണ്. മെഡിക്കമെന്റ്സും വേർഡ്സ് ഒക്കെ ഇല്ല, അതിനൊക്കെ ഉള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ് ഫഹ്വ്യോട്ടർ. ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് അനാട്ടമി ഫിസിയോളജി, ഞാൻ ഫ്ലിഗിയാസിൻ്റെ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് എൻ്റെ അർബൈറ്റ് ഗേബർ തന്നതാണ്, അതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഫ്ലിഗിയാസിൻ്റെ കോൺഎൽസൺ, ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല ഗൈസ്. ഫ്ലെഹെറിഷസ് ഹാൻഡ്ലൻ, നല്ല യമണ്ട ബുക്കാണ്, പേടിക്കണ്ട കണ്ടിട്ടാരും. നെക്സ്റ്റ് ഗ്രുൻലാഗൻ ദർ ബെറുഫ്ലിക്ഷൻ ഫ്ലേഗ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കുകൾ. ഇത് 3 വർഷത്തേക്കുള്ളതൊക്കെ കൂടിയിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിലാണ്. പേടിക്കണ്ട, 1 വർഷത്തേക്കുള്ളതല്ല, 3 വർഷത്തേക്കും കൂടി ഉള്ളതാണ് കേട്ടോ അതിൽ. ഫസ്റ്റ് ബ്ലോക്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന എല്ലാം പഠിക്കാനുണ്ടാവില്ല. അതായത് ചാപ്റ്റർ വൈസ് ആയിട്ട് അവർ ഇങ്ങനൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരും. ഇപ്പം ഇത് ഒരു സാർ എടുക്കുന്ന സബ്ജക്റ്റാണ്. നമ്മളൊരു ഫ്ലേഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഹൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന്. അതേപോലെ തന്നെ ഫ്ലേഗി ഫോൺ നോയഗെബോറൻ, അതായത് കെയർ ഫോർ ന്യൂ ബേബീസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പതിയെ നമ്മുടെ ഇംഗ്ലീഷൊക്കെ മറന്നു പോകും. മൈൻഡാക്കണ്ട,
ഇറ്റ്സ് നാച്ചുറൽ. പിന്നെ അതുപോലെ ഹാൻഡ് ഹൈജീൻ, കൈയുടെ ഹൈജീനും, അതായത് നമ്മൾ ഫ്ലേഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു CE. പല പല ടോപ്പിക്കും പല ടീച്ചേഴ്സും ആണ് എടുക്കുന്നത്. അപ്പോൾ അവർ നമുക്ക് പഠിക്കാൻ ഈസി ആയിട്ട് ഷോർട്ട് നോട്ട് പോലെയാണ് നമുക്കിങ്ങനെ തരുന്നത്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കടുകട്ടി വേർഡ്സ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് വായിച്ചു നോക്കിയപ്പോൾ. എന്നാൽ പോലും അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ടാണ് കുറച്ചും കൂടെ ഈസിയാണ്. ഈസിയുടെ ജർമ്മൻ വീഡ് ഐൻഫാഹ്. അപ്പം നിങ്ങളിത് കേട്ട് ജസ്റ്റ് ഒന്നും കളയൊന്നും വേണ്ട, കാരണം ജർമ്മൻ വൊക്കാബുലറി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന ഈ ഒരു ചെറിയ ചെറിയ വേർഡ്സ് ആണെങ്കിൽ പോലും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ ഇതൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് മനസ്സിലാക്കി, എന്താ പറയുക, നോട്ട് ചെയ്ത് വെച്ചില്ലെങ്കിലും ഓക്കെ, ഈസി ഐൻഫാഹ് ജസ്റ്റ് അങ്ങനെ പഠിച്ചു വെക്കാനെങ്കിലും നോക്കുക. ഇവിടെ വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ പറഞ്ഞു വന്നത്. അപ്പം ഇതാണ് CE. നമുക്ക് എനിക്കൊരു 4-5, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കാരണം എൻ്റെ 2 ബ്ലോക്ക് കഴിഞ്ഞിപ്പം തിയറി. എനിക്ക് തോന്നുന്നത് ഒരു 4-5 ഇതേപോലെ. ഇതിനെ CE എന്നാണ് പറയുന്നത് ഞങ്ങളുടെ അവിടെ. CE 0.2, 0.2.11 അങ്ങനെ ഓരോ പേര് ഇവരിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു 4-5 എണ്ണം ഉണ്ടായിരുന്നു CE. അതിൽ എന്താ പറയുക, നമ്മുടെ ഈ ബ്ലോക്കിൻ്റെ എൻഡിൽ നമുക്ക് എക്സാം ഇടും. ഇപ്പം എൻ്റെ കാര്യം പറയാന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സിന് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് നമുക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷിലെ പരമാവധി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നോക്കും. പക്ഷെ നമ്മളങ്ങനെ ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ അത് നമ്മളെ തന്നെയാണ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. കാരണം എപ്പോഴും ഇംഗ്ലീഷിൽ പറഞ്ഞു തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്, അതായത് ജർമ്മൻ മനസ്സിലാക്കാനുള്ള ആ ഒരു ഇതില്ലേ, അത് നമുക്ക് പോവും. ഇപ്പോൾ ഫസ്റ്റൊക്കെ ക്ലാസ്സിലാണെങ്കിൽ, ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റൊക്കെ ക്ലാസ്സിൽ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. കാരണം എൻ്റെ ക്ലാസ്സിലൊക്കെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നമുക്ക് പറയാൻ ഉത്തരം അറിയണമെങ്കിൽ അവർ പറയണത് മനസ്സിലാവണം. നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ജർമ്മൻ സ്റ്റുഡൻസിന് അത്ര വലിയ പ്രശ്നമില്ല. അവർക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ മലയാളം ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മളെല്ലാം കേട്ടിട്ടൊന്നല്ലല്ലോ ഉത്തരം പറയാറ്. അതേപോലെ തന്നെ അവർക്ക് ചെറിയൊരു തുമ്പ് കിട്ടി കഴിഞ്ഞാൽ അവർ ആൻസർ പറയും. പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് വരെ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ നിങ്ങളോട് പറയാം, നമുക്കൊരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് കഴിയുമ്പോൾ അതിന് ഡിഫറൻസ് നല്ലോണം ഉണ്ടാവും. അതായത് ഉദ്ദേശം എന്ന് വെച്ചാൽ നന്നായി ശ്രദ്ധിച്ചിരിക്കുവാണെങ്കിൽ ഒരു 1 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അത് മുമ്പ് നിങ്ങൾ തോറ്റു കൊടുക്കരുത്. അയ്യോ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് എന്താ പറയുക, ഫോണിൽ നോക്കിയിരിക്കുകയൊന്നും ചെയ്യരുത്. ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക. ഒരു 2 മന്ത് കഴിയുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഇതിൽ ഓപ്പണായിട്ട് ഞാൻ പറയാം, ഫസ്റ്റത്തെ ബ്ലോക്കിൽ ഒരെണ്ണം ഞാൻ ഫെയിലായി, ബാക്കി ഞാൻ പാസ്സായി. അപ്പം ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ടാണ് തിയറി ബ്ലോക്കിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഈസിയാണ്. കാരണം നമുക്കത് കണക്ട് ചെയ്തിട്ട് ആൻസർ ചെയ്താൻ പറ്റും. പക്ഷേ നേരെ ഫസ്റ്റ് തിയറി ബ്ലോക്ക് കഴിഞ്ഞ് പ്രാക്ടിക്കലാകുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതെനിക്കൊരു ഇതുണ്ടായിരുന്നത്. എന്നാൽ പോലും ഫസ്റ്റ് എക്സാം അല്ലേ, കുഴപ്പമൊന്നുമില്ല. ബാക്കി പാസ്സായ തന്നെ നല്ല കാര്യം. നമുക്ക് കുറച്ച് കൺസിഡറേഷൻ ഉണ്ട്. അതായത് നമ്മൾ അത്യാവശ്യം നന്നായി ആക്റ്റീവായി നിൽക്കുകയാണ്. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. പേഷ്യൻ്റെ അടുത്ത് നന്നായി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്ത് നല്ല ഇൻട്രാക്ഷനാണ്. ഞാൻ വർക്ക് നന്നായി ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ഫുൾ കൊടുത്തിട്ടാണ് ഞാൻ എന്ത് കാര്യം ചെയ്യാറുള്ളൂ. അപ്പം അതൊക്കെ അവർ കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അത് അവർ കാണുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരാളെ കെയർ ചെയ്യാൻ പോകണമെങ്കിൽ എൻ്റെ ഫുൾ കൊടുത്തിട്ടാണ്. ഇപ്പോൾ എൻ്റെ ബ്രേക്ക് ആണെങ്കിൽ പോലും ഞാൻ അവരുടെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ബ്രേക്കിന് കയറാറുള്ളൂ. അപ്പോൾ അതൊക്കെ മെയിൻ തിങ് നമ്മുടെ പ്രാക്ടീസ് ആൻഡ് ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മളെ നോക്കാനായിട്ട് ആളുണ്ടാവും. അതായത് അർബൈറ്റ് ഗേബർ ആണ്. എന്നാൽ അർബൈറ്റ് ഗേബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ, അതായത് ഇപ്പം എൻ്റെ ഫോർ എക്സാമ്പിൾ എൻ്റെ ഓൾഡ് ഏജ് ഹോമാണ്. ഓൾഡ് ഏജ് ഹോമിൻ്റെ ഹെഡാണ് അർബൈറ്റ് ഗേബർ. അപ്പോൾ അവിടെ നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ നോക്കുന്നത്, നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരാളെടുത്ത് ചെന്ന് പറയാം, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് പ്രാക്ടീസ് ആൻഡ് ലേറ്റർ. അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് വന്ന് നമുക്ക് ഫ്ലേഗയുടെ കാര്യങ്ങളൊക്കെ, ഫ്ലേഗ മീൻസ് കെയർ കാണിച്ചു തരുന്നതും ഓരോ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതും ഒക്കെ നമ്മുടെ പ്രാക്ടീസ് ആൻഡ് ലേറ്റർ ആണ്.
ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു നമ്മൾ നേഴ്സിൻ്റെ ഒപ്പമാണ് പോകുന്നതെന്ന് ഫസ്റ്റ് വരുമ്പോൾ. എന്നാൽ പോലും ഇപ്പം എല്ലാ നേഴ്സുമാരും കറക്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഏതെങ്കിലും ഒരു ദിവസം വന്ന് പ്രാക്സിനേറ്റർ നമ്മുടെ കൂടെ വന്ന് നമ്മൾ ചെയ്യണതെല്ലാം നോക്കിയിട്ട് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ നമുക്ക് എന്ത് ബുദ്ധിമുട്ടും വിഷമം കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ട്, അതായത് നമുക്ക് കൊളീഗിൻ്റെ അടുത്ത് എന്തെങ്കിലും ഭാഗത്ത് മിസ്റ്റേക്ക് മീൻസ് കൊളീഗ് നമ്മളെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ കൊളീഗിൻ്റെ ഭാഗത്തു നിന്ന് വല്ല ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുമോ, കൊളീഗ് എന്ന് മാത്രമല്ല ബെവോണർ, അതായത് ആൾട്ടർനേമിൽ അവിടുത്തെ പേഷ്യൻസിന് നമ്മൾ ബെവോണർ എന്നാണ് പറയുക. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടോ, അങ്ങനെ എന്ത് കാര്യങ്ങളും നമുക്ക് ചെന്ന് പറയാൻ പറ്റുന്നത് ഫസ്റ്റ് പ്രാക്ടീസ് ആൻഡ് ലേറ്ററോടാണ്. പ്രാക്ടീസ് ആൻഡ് ലേറ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇത്രയ്ക്കൊരു സ്റ്റോറി ഞാൻ പറഞ്ഞത്. എനിക്കറിയാം വീഡിയോ ലാഗായി പോകുന്നുണ്ടെന്ന്, പക്ഷെ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നോടെ ഇമ്പോർട്ടൻ്റ് ആണ്, അതോടെയാണ് എല്ലാം പറയുന്നത്. നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ബ്ലോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ ഒരു ഇത് വെച്ചിട്ട്, അതായത് നമ്മുടെ വർക്കും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പ്രാക്ടീസ് ആൻഡ് ലേറ്റർ നമുക്കൊരു മാർക്ക് തരും. അപ്പോൾ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ആക്റ്റീവായി നിൽക്കുന്നോ അത്രത്തോളം നല്ലത്, അതനുസരിച്ച് അതിന് മാർക്ക് കൂടിയിരിക്കും. അപ്പോൾ അൺലേറ്റർ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ മാത്രം നമ്മൾ ആക്റ്റീവായി നിന്നുകൊണ്ട് കാര്യമില്ല. അത് മാത്രമല്ല, അൺലേറ്റർ താഴെയാണെങ്കിൽ പോലും ആൾ വേറെ റൂമിലായിരിക്കും, എന്നാൽ പോലും നമ്മുടെ കൊളീഗ്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഇവർ ചോദിക്കും, അൺലേറ്റർ ചോദിക്കും. അവിടെയുള്ള കൊളീഗ്സിൻ്റെ അടുത്തും അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ അടുത്തും ഒക്കെ ചോദിക്കും. അതായത് ഓർമ്മയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ആണെങ്കിൽ അവരുടെ അടുത്തൊക്കെ ചോദിക്കും നമ്മൾ എങ്ങനെയാണ്. അതൊക്കെ എല്ലാം നോക്കിയിട്ടാണ് നമുക്ക് മാർക്ക് ഇടുന്നത്. അപ്പം അത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പം എൻ്റെ അൺലേറ്റർ ആണെങ്കിൽ എൻ്റെ സ്കൂളുകാരുടെ അടുത്ത് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അതായത് ഫസ്റ്റ് ടൈം വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്, ബാക്കി എല്ലാ സബ്ജക്ട്സും പാസ്സായിട്ടുണ്ട്. അപ്പോൾ അത് സ്പ്രാഹയുടെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ പ്രൊബേഷൻ പീരീഡ് പാസ്സായി. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുവിധം കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ പറയണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര ലാഗായിപ്പോവും. എനിക്കിപ്പോൾ തന്നെ അറിയാം ഓൾറെഡി നല്ല ലാഗായിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കമൻറ്റ് ബോക്സിൽ പറയാം. അതേപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി വന്ന് കമൻറ്റ് ചെയ്തിരുന്നു എൻ്റെ വോയിസ് കുറവാണ്. ആ കുട്ടിയുടെ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല ഒച്ചയിലാണ് സംസാരിക്കുന്നത്. ഇതിലൊക്കെ നല്ല ഒച്ചയിലാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക, വീണ്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.